ഡിയർ സ്റ്റുഡൻസ്, ഞാൻ സതി ടീച്ചർ BA സോഷ്യോളജിയുടെ 4th സെമസ്റ്ററിൻ്റെ സോഷ്യോളജി ഓഫ് കേരളം എന്ന പേപ്പറിൻ്റെ 2ാമത്തെ മൊഡ്യൂൾ മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. മൊഡ്യൂൾ 2 സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള. ഈ മൊഡ്യൂൾ 3 സബ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ ദി ഫസ്റ്റ് പാർട്ട് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഫോംസ് ആൻഡ് ചേഞ്ചസ് ഇൻ മാരേജ് ആൻഡ് ഫാമിലി എമംഗ് ഹിന്ദുസ്, Christians and Muslims in Kerala society. In the second part, we will focus on the unique characteristics, caste and religion in Kerala society, and we will examine the influence of Islam and Christianity. In the final part, we will analyze the development of reform movements and anti-caste conflicts among different sections of the Indian society. സമൂഹത്തെക്കുറിച്ചും സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ചുമുള്ള പഠനശാഖയാണ് സാമൂഹിക ശാസ്ത്രം. സമഗ്രവും ശാസ്ത്രീയവുമായ രീതിയിലുള്ള പഠനങ്ങളാണ് സാമൂഹിക ശാസ്ത്രത്തിനുള്ളത്. മനുഷ്യൻ്റെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന നിരവധി സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളിൽ ഒന്നു മാത്രമാണ് സാമൂഹിക ശാസ്ത്രം. നരവംശാസ്ത്രം, സാമൂഹ്യ മനഃശാസ്ത്രം, രാഷ്ട്രതന്ത്രം, സാമ്പത്തിക ശാസ്ത്രം, തത്വശാസ്ത്രം, നിയമശാസ്ത്രം തുടങ്ങിയവയാണ് ഇതര സാമൂഹ്യ പഠന മേഖലകൾ. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സാമൂഹിക സ്ഥാപനങ്ങൾ. സാമൂഹിക നിയന്ത്രണത്തിനുള്ള ഉപാധികളാണ് സാമൂഹിക സ്ഥാപനങ്ങൾ. സമൂഹത്തിൻ്റെ അംഗീകാരമുള്ള രീതികളുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ വ്യക്തിയെ നിർബന്ധിക്കുന്ന സംവിധാനമായാണ് സാമൂഹിക സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. കുടുംബം ഒരു സാമൂഹിക സ്ഥാപനമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ് വ്യക്തികളുടെ സാമൂഹ്യവൽക്കരണം. ഈ ധർമ്മം ശരിയായി പാലിക്കുമ്പോഴാണ് വ്യക്തിബോധവും പൗരബോധവുമുള്ള ഒരു ജനത ഉണ്ടാകുന്നത്. ഇവിടെ സാമൂഹിക രീതികളുമായുള്ള പൊരുത്തപ്പെടലുകൾക്ക് വ്യക്തികളെ സജ്ജരാക്കുകയാണ് കുടുംബങ്ങൾ ചെയ്യുന്നത്. അതായത് സാമൂഹിക രീതികളുമായുള്ള പൊരുത്തപ്പെടലുകൾക്ക് വ്യക്തികളെ സജ്ജരാക്കുകയാണ് കുടുംബങ്ങൾ ചെയ്യുന്നത്. സാമൂഹിക നിയന്ത്രണത്തിനുള്ള ഉപാധികളാണ് സാമൂഹിക സ്ഥാപനങ്ങൾ. സമൂഹത്തിൻ്റെ അംഗീകാരമുള്ള രീതികളുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ വ്യക്തിയെ നിർബന്ധിക്കുന്ന സംവിധാനമായാണ് സാമൂഹിക സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. കുടുംബം ഒരു സാമൂഹിക സ്ഥാപനമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ് വ്യക്തികളുടെ സാമൂഹ്യവൽക്കരണം. ഈ ധർമ്മം ശരിയായി പാലിക്കുമ്പോഴാണ് വ്യക്തിബോധവും പൗരബോധവുമുള്ള ഒരു ജനത ഉണ്ടാകുന്നത്. ഇവിടെ സാമൂഹിക രീതികളുമായുള്ള പൊരുത്തപ്പെടലുകൾക്ക് വ്യക്തികളെ സജ്ജരാക്കുകയാണ് കുടുംബങ്ങൾ ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വ്യക്തികളുടെ സാമൂഹ്യവൽക്കരണം, വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ സ്ഥാപനങ്ങളാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. കുടുംബം, വിവാഹം, വിദ്യാഭ്യാസപരം, തൊഴിൽപരം, മതപരം, രാഷ്ട്രീയപരം എന്നിങ്ങനെയാണ് സാമൂഹിക സ്ഥാപനങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. വ്യക്തികളുടെ സാമൂഹ്യവൽക്കരണം, വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ സ്ഥാപനങ്ങളാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. കുടുംബം, വിവാഹം, വിദ്യാഭ്യാസപരം, തൊഴിൽപരം, മതപരം, രാഷ്ട്രീയപരം എന്നിങ്ങനെയാണ് സാമൂഹിക സ്ഥാപനങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. ഫോംസ്
and changes in marriage and family among Hindu, Christian, Muslims. കുടുംബം എന്ന സാമൂഹിക സ്ഥാപനമാണ് പ്രത്യുൽപാദനം, ശിശുപരിപാലനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതും സമൂഹത്തിന് പുതിയ അംഗങ്ങളെ സംഭാവന ചെയ്യുന്നതും. വ്യക്തികളുടെ ആദ്യകാല സാമൂഹ്യവൽക്കരണം നടക്കുന്നത് കുടുംബങ്ങളിലാണ്. ഈ പ്രക്രിയയിലൂടെയാണ് സാമൂഹിക ബോധമുള്ള പുതിയൊരു തലമുറ ഉണ്ടായി വരുന്നത്. ഒരു പുരുഷനും സ്ത്രീയും സാമൂഹിക അംഗീകാരത്തോടുകൂടി ഒരുമിച്ച് താമസിക്കുമ്പോഴാണ് ഒരു കുടുംബം നിലവിൽ വരുന്നത്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണം കുടുംബത്തിന് നിലനിൽപ്പിന് ആവശ്യമാണ്. കുടുംബം എന്ന സാമൂഹിക സ്ഥാപനമാണ് പ്രത്യുൽപാദനം, ശിശുപരിപാലനം എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതും സമൂഹത്തിന് പുതിയ അംഗങ്ങളെ സംഭാവന ചെയ്യുന്നതും. വ്യക്തികളുടെ ആദ്യകാല സാമൂഹ്യവൽക്കരണം നടക്കുന്നത് കുടുംബങ്ങളിലാണ്. ഈ പ്രക്രിയയിലൂടെയാണ് സാമൂഹിക ബോധമുള്ള പുതിയൊരു തലമുറ ഉണ്ടായി വരുന്നത്. ഒരു പുരുഷനും സ്ത്രീയും സാമൂഹിക അംഗീകാരത്തോടുകൂടി, സമൂഹത്തിൻ്റെ അംഗീകാരത്തോടുകൂടി ഒരുമിച്ച് താമസിക്കുമ്പോഴാണ് ഒരു കുടുംബം നിലവിൽ വരുന്നത്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണം കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഒന്നിച്ച് ജീവിക്കുന്നതിനും സന്താനോൽപാദനം നടത്തുന്നതിനും ഒരു പുരുഷനും സ്ത്രീക്കും അംഗീകാരം ലഭിക്കുന്നത് വിവാഹത്തിലൂടെയാണ്. ഇതൊരു കുടുംബത്തിന് തുടക്കമിടുന്ന പ്രക്രിയയാണ്. വിവാഹിതരായവർക്ക് ജനിക്കുന്ന കുട്ടികൾക്കാണ് നിലവിൽ സാമൂഹിക അംഗീകാരം ലഭിക്കുന്നത്. വിവാഹം എന്ന സാമൂഹിക സ്ഥാപനമാണ് വ്യക്തികളുടെ ലൈംഗിക ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ഒന്നിച്ച് ജീവിക്കുന്നതിനും സന്താനങ്ങൾ ഉണ്ടാകുന്നതിനും ഒരു പുരുഷനും സ്ത്രീക്കും അംഗീകാരം ലഭിക്കുന്നത് വിവാഹത്തിലൂടെയാണ്. ഇതൊരു കുടുംബത്തിന് തുടക്കമിടുന്ന പ്രക്രിയയാണ്. വിവാഹിതരായവർക്ക് ജനിക്കുന്ന കുട്ടികൾക്കാണ് നിലവിൽ സാമൂഹിക അംഗീകാരം ലഭിക്കുന്നത്. വിവാഹം എന്ന സാമൂഹിക സ്ഥാപനമാണ് വ്യക്തികളുടെ ലൈംഗിക ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ ജനനത്തിന് തുടക്കമിടുന്നത് വിവാഹം എന്ന സാമൂഹിക സ്ഥാപനമാണ്. മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന ബഹുഭർത്തൃത്വം, ബഹുഭാര്യാത്വം എന്നിവയിൽ നിന്നും ഏകഭാര്യാത്വം എന്ന അവസ്ഥയിലേക്ക് വിവാഹ രീതിയിൽ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. വ്യക്തികളുടെ ലൈംഗിക ജീവിതത്തെ നിയന്ത്രിക്കുന്നതിനായി സമൂഹം ഉണ്ടാക്കിയെടുത്ത ഒരു രീതിയാണ് വിവാഹം. സാമൂഹികമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ സമൂഹവും അവരുടേതായ വിവാഹ രീതികൾ വികസിപ്പിച്ചെടുക്കുന്നത്. വിവാഹവും കുടുംബവുമാണ് സമൂഹത്തിലെ അടിസ്ഥാനപരമായ പ്രാഥമിക സ്ഥാപനങ്ങൾ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വിവാഹം എന്ന സാമൂഹിക സ്ഥാപനമാണ് കുടുംബത്തിൻ്റെ ജനനത്തിന് തുടക്കമിടുന്നത്. മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന ബഹുഭർത്തൃത്വം, ഒന്നിലധികം ഭർത്താക്കന്മാർ ഒരു സ്ത്രീക്ക്, അതല്ലെങ്കിൽ അതുപോലെ ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാർ, അതിന് നമ്മൾ ബഹുഭാര്യാത്വം എന്ന് പറയും. ഇതെല്ലാം മാറി ഇന്ന് ഏകഭാര്യാത്വം എന്ന അവസ്ഥയിലേക്ക് വിവാഹ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യക്തികളുടെ ലൈംഗിക ജീവിതത്തെ നിയന്ത്രിക്കുന്നതിനായി സമൂഹം ഉണ്ടാക്കിയെടുത്ത ഒരു രീതിയാണ് വിവാഹം. സാമൂഹികമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ സമൂഹവും അവരുടേതായ വിവാഹ രീതികൾ വികസിപ്പിച്ചെടുക്കുന്നത്. വിവാഹവും കുടുംബവുമാണ് സമൂഹത്തിലെ അടിസ്ഥാനപരമായ പ്രാഥമിക സാമൂഹിക സ്ഥാപനങ്ങൾ. Forms and changes in marriage and family among Hindu. Marriage, according to Indian religious traditions, is a religious sacrament that is
primarily a complex of religious and moral obligations on the one hand and social and economic obligations on the other. പ്രാഥമികമായി വിവാഹം എന്നത് ഇന്ത്യൻ മതപാരമ്പര്യമനുസരിച്ച് ഒരു പവിത്രമായ ദിവ്യമായ കർമ്മമാണ്. മതപരമായി ഒരു വശത്ത് സങ്കീർണവും ധാർമ്മികവുമായ ബാധ്യതയാണ്, എന്നാൽ മറുവശത്ത് അത് സാമൂഹികവും സാമ്പത്തികവുമായ ബാധ്യതയാണ്. മാരേജ് ഇൻ ഹിന്ദുയിസം ഈസ് വ്യൂഡ് ആസ് എ സംസ്കാര ഓർ കസ്റ്റം ആൻഡ് എ സീക്രട്ട് റൈറ്റ് റാദർ ദാൻ എ കോൺട്രാക്റ്റ്. It is a divine union between two souls, not just two bodies. It is an unbreakable bond. ഹിന്ദു മതത്തിൽ വിവാഹം എന്നത് ഒരു കരാറിനേക്കാൾ ഒരു പവിത്രമായ സംസ്കാരം അല്ലെങ്കിൽ ആചാരം ആണ്. രണ്ട് ശരീരങ്ങൾ മാത്രമല്ല, രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള ദൈവീകമായ അല്ലെങ്കിൽ പവിത്രമായ ഒരു ഐക്യമാണ് വിവാഹം. തകർക്കാനാവാത്ത സുദൃഢമായ ഒരു ബന്ധമാണ് വിവാഹം. പ്രാഥമികമായി വിവാഹം എന്നത് ഇന്ത്യൻ മതപാരമ്പര്യമനുസരിച്ച് ഒരു പവിത്രമായ ദിവ്യമായ കർമ്മമാണ്. മതപരമായി അത് ഒരു വശത്ത് സങ്കീർണവും ധാർമ്മികവുമായ ബാധ്യതയാണെങ്കിൽ മറുവശത്ത് അത് സാമൂഹികവും സാമ്പത്തികവുമായ ബാധ്യതയാണ്. ഹിന്ദുമതത്തിൽ വിവാഹം എന്നതൊരു കരാറിനേക്കാൾ പവിത്രമായ ഒരു സംസ്കാരം അല്ലെങ്കിൽ ആചാരമായിട്ടാണ് കണ്ടിരുന്നത്. രണ്ട് ശരീരങ്ങൾ മാത്രമല്ല, രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള ദൈവീകമായ അല്ലെങ്കിൽ പവിത്രമായ ഒരു ഐക്യമാണ് അത്. അതുപോലെ തന്നെ അത് തകർക്കാനാവാത്ത ഒരു സുദൃഢമായ ഒരു ബന്ധമാണത്. It is an unbreakable bond. ഹിന്ദു തത്വശാസ്ത്രം അല്ലെങ്കിൽ ദർശനം, ഫിലോസഫി അനുസരിച്ച് അവൻ്റെ ജീവിതം 4 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. അവയെ 4 ആശ്രമങ്ങൾ എന്ന് പറയുന്നു. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം അല്ലെങ്കിൽ ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്നിവയാണവ. ഇതിൽ രണ്ടാമത്തെ വിഭാഗമായ ഗാർഹസ്ഥ്യം വിവാഹത്തെക്കുറിച്ചാണ്. Life is split into 4 stages according to Hindu philosophy. ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, and സന്യാസം. The second section, ഗൃഹസ്ഥ, was about marriage. അതുപോലെ വിവാഹവുമായി ബന്ധപ്പെട്ട് ധർമ്മം, അർത്ഥം, കാമം എന്നിങ്ങനെ 3 പുരുഷാർത്ഥങ്ങൾ ഉണ്ട്. ധർമ്മം എന്നാൽ സ്വധർമാനുഷ്ഠാനം, ധാർമ്മികമായി സ്വയം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ, അതായത് കടമ, കർത്തവ്യം എന്നൊക്കെ ഇതിന് അർത്ഥമുണ്ട്. The section Grihastha was about marriage, the goals of dharma, artha and karma. The goals of dharma, artha and kama were included in the second stage, Grihastha, which dealt with marriage. Dharma is concerned with the dharma or religious side. Artha is concerned with the economic aspect and kama is concerned with the physical aspects. Marriage was given a legitimate literary foundation by the Vedas and Smritis. Marriage is a crucial stage in one's life and it is sometimes referred to as the Grihasthashrama, a stage without which one cannot attain mukti. അപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട് ധർമ്മം, അർത്ഥം, കാമം എന്നിങ്ങനെ 3 പുരുഷാർത്ഥങ്ങളുണ്ട്. ധർമ്മം എന്ന് പറഞ്ഞാൽ സ്വധർമാനുഷ്ഠാനം, അതായത് ധാർമ്മികമായി സ്വയം ചെയ്യേണ്ട കർമ്മങ്ങൾ അല്ലെങ്കിൽ സ്വയം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ. അതിന് കടമാകർത്തവ്യം എന്നെല്ലാം അർത്ഥമുണ്ട്. അർത്ഥം എന്നത് സാമ്പത്തിക വശവുമായി ബന്ധപ്പെട്ടതാണ്.
ധർമ്മനിഷ്ഠയോടെ നേടുന്ന ധനമാണ് ഇവിടെ അർത്ഥം എന്നുള്ളത് കൊണ്ട് ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അതുപോലെ പുരുഷാർത്ഥങ്ങളിൽ മൂന്നാമത്തേതായിട്ട് പറയുന്നത് കാമം. അതെന്താ നോക്കാം. പുരുഷാർത്ഥങ്ങളിൽ മൂന്നാമത്തേതാണ് കാമം. ഇതിന് ആഗ്രഹം, ഭൗതിക സുഖം എന്നെല്ലാം അർത്ഥമുണ്ട്. സ്മൃതികളും വേദങ്ങളും വിവാഹത്തിന് നിയമാനുസൃതം ഔപചാരികമായ അടിത്തറ നൽകിയിട്ടുണ്ട്. ഒരാളുടെ ജീവിതത്തിൽ നിർണായകമായ ഒരു ഘട്ടമാണ് വിവാഹം. ഇതിനെ ഗൃഹസ്ഥാശ്രമം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗൃഹസ്ഥാശ്രമം ഇല്ലാതെ ഒരാൾക്ക് നാലാമത്തെ പുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷം ലഭിക്കുകയില്ല. അപ്പോൾ മോക്ഷം ലഭിക്കുക എന്നുള്ളതാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും ഗൃഹസ്ഥാശ്രമം ഉണ്ടായേ പറ്റൂ. അപ്പോൾ ധർമ്മം സമ്പൂർണ്ണമാക്കലും കാമം അഥവാ സന്തോഷം അഥവാ ആഗ്രഹ പൂർത്തീകരണവുമാണ് വിവാഹത്തെക്കുറിച്ചുള്ള ഹിന്ദു വീക്ഷണം. ഹിന്ദു വീക്ഷണം അനുസരിച്ച് വിവാഹം പവിത്രമായ ഒന്നായി കണക്കാക്കിയിട്ടുണ്ട്. ഹിന്ദു വിവാഹം പവിത്രമായത് അല്ലെങ്കിൽ ദിവ്യമായിട്ട് കണക്കാക്കുന്നതിന് നിരവധി കാരണങ്ങൾ ഉണ്ട്. വിവാഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം ധർമ്മമാണ്, അതായത് മതപരമായ സ്വകർമാനുഷ്ഠാനത്തിൻ്റെ പൂർത്തീകരണം. അപ്പോൾ പുരുഷാർത്ഥങ്ങളിൽ മൂന്നാമത്തേതാണ് കാമം. ഇതിന് ആഗ്രഹം, ഭൗതിക സുഖം എന്നെല്ലാം അർത്ഥമുണ്ട്. സ്മൃതികളും വേദങ്ങളും വിവാഹത്തിന് നിയമാനുസൃതം ഔപചാരികമായ അടിത്തറ നൽകിയിരുന്നു. ഒരാളുടെ ജീവിതത്തിൽ നിർണായകമായ ഒരു ഘട്ടമാണ് വിവാഹം. വിവാഹത്തിന് ഗൃഹസ്ഥാശ്രമം എന്ന് അറിയപ്പെടുന്നുണ്ട്. ഗൃഹസ്ഥാശ്രമം ഇല്ലാതെ ഒരാൾക്ക് നാലാമത്തെ പുരുഷാർത്ഥമായ മോക്ഷം ലഭിക്കുകയില്ല. ധർമ്മം സമ്പൂർണ്ണമാക്കലും സന്തോഷം അഥവാ കാമം അല്ലെങ്കിൽ ആഗ്രഹ പൂർത്തീകരണവുമാണ് വിവാഹത്തെക്കുറിച്ചുള്ള ഹിന്ദു വീക്ഷണം. ഹിന്ദു വിവാഹം പവിത്രമായ ഒന്നായി കണക്കാക്കിയിരുന്നു. ഇതിന് നിരവധി കാരണങ്ങളും ഉണ്ട്. വിവാഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം ധർമ്മമാണ്, അതായത് മതപരമായ സ്വകർമാനുഷ്ഠാനത്തിൻ്റെ പൂർത്തീകരണമാണ്. കന്യാദാനം, പാണിഗ്രഹണം, സപ്തപതി മുതലായ പവിത്രമായ ചില ചടങ്ങുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള മതപരമായ അനുഷ്ഠാനങ്ങളുടെയാണ് വിവാഹം. അതായത് വിവാഹത്തിന് ചില പവിത്രമായ ചടങ്ങുകളുണ്ട്. അത് കന്യാദാനം, പാണിഗ്രഹണം, സപ്തപതി എന്നൊക്കെ പറഞ്ഞിട്ട്. ബ്രാഹ്മണർക്കിടയിൽ അഗ്നി ജ്വലിപ്പിച്ച് ഹോമകുണ്ഡത്തിന് മുന്നിൽ വെച്ച് വേദമന്ത്രങ്ങൾ ഉരുവിട്ട് അഗ്നിസാക്ഷിയായാണ് വിവാഹങ്ങൾ നടത്തുന്നത്, വിവാഹകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. വിവാഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം ധർമ്മമാണ്, അതായത് മതപരമായ സ്വകർമാനുഷ്ഠാനത്തിൻ്റെ പൂർത്തീകരണമാണ്. കന്യാദാനം, പാണിഗ്രഹണം, സപ്തപതി മുതലായ പവിത്രമായ ചില ചടങ്ങുകൾ അടിസ്ഥാനമാക്കിയുള്ള മതപരമായ അനുഷ്ഠാനങ്ങളോടെയാണ് വിവാഹം. ബ്രാഹ്മണർക്കിടയിൽ അഗ്നി ജ്വലിപ്പിച്ച ഹോമകുണ്ഡത്തിന് മുന്നിൽ വെച്ച് വേദമന്ത്രങ്ങൾ ഉരുവിട്ട് അഗ്നിസാക്ഷിയായി വിവാഹകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു, ബ്രാഹ്മണർക്കിടയിൽ അഗ്നി ജ്വലിപ്പിച്ച ഹോമകുണ്ഡത്തിന് മുന്നിൽ വെച്ച് വേദമന്ത്രങ്ങൾ ഉരുവിട്ട് അഗ്നിസാക്ഷിയാണ് വിവാഹകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. അതായത് ദ റൈറ്റ്സ് ആർ പെർഫോംഡ് ബിഫോർ അഗ്നി ബൈ reciting mantras from Vedas by Brahmins. അതുപോലെ വധൂവരന്മാർ തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്താൻ സാധിക്കാത്തതും മാറ്റാനാവാത്തതുമായി കണക്കാക്കപ്പെടുന്നു. The union is considered indissoluble and irrevocable, and husband and wife are bound to each other not only until death but even after death. വധൂവരന്മാർ തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്താൻ സാധിക്കാത്തതും മാറ്റാനാവാത്തതുമായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ ഭാര്യയും ഭർത്താവും മരണം വരെ മാത്രമല്ല, മരണശേഷവും
പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത്. They are bound to each other not only until death but even after death. വധൂവരന്മാർ തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്താൻ സാധിക്കാത്തതും മാറ്റാനാവാത്തതുമായി കണക്കാക്കപ്പെടുന്നു. ഭാര്യയും ഭർത്താവും മരണം വരെ മാത്രമല്ല മരണശേഷവും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത്. Though a man can perform several sacraments during the course of his life, a woman can perform only one sacrament in her life, that is marriage. Hence, it has great importance for her. ഒരു പുരുഷന് അവൻ്റെ ജീവിതത്തിൽ പല വിവാഹങ്ങളും കഴിക്കാം. എന്നാൽ ഒരു സ്ത്രീക്ക് ഒരു വിവാഹം മാത്രമേ കഴിക്കാൻ പറ്റൂ. അതിനാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിവാഹം വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരു പുരുഷന് അവൻ്റെ ജീവിതത്തിൽ പല വിവാഹങ്ങളും കഴിക്കാം. എന്നാൽ ഒരു സ്ത്രീക്ക് ഒരു വിവാഹം മാത്രമേ കഴിക്കാൻ പറ്റൂ. അതിനാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. Emphasis is on chastity of a woman and the faithfulness of a man. ഒരു സ്ത്രീയുടെ പാതിവ്രത്യത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുമ്പോൾ പുരുഷൻ്റെ വിശ്വസ്തതയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. Marriage is considered a social duty towards the family and community, and there are no ideas of individual interest and aspiration. Marriage is considered a social duty towards the family and community, and there are no ideas of individual interest and aspiration. കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ഒരു സാമൂഹിക കടമയായി വിവാഹം കണക്കാക്കപ്പെടുന്നു. അതിന് വ്യക്തിഗത താല്പര്യം, അഭിലാഷം തുടങ്ങിയ ആശയങ്ങൾ ഒന്നുമില്ല. കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ഒരു സാമൂഹിക കടമയായി വിവാഹം കണക്കാക്കപ്പെടുന്നു. അതിന് വ്യക്തിഗത താല്പര്യം, അഭിലാഷം തുടങ്ങിയ ആശയങ്ങളൊന്നും ഇല്ല. There are no ideas of individual interest and aspiration.